ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതം മധുരം ചാനൽ. ഞാൻ ഇന്നും വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പം നമുക്ക് ബാക്കി പ്രവർത്തനങ്ങൾ സമയമൊന്നും കളയണ്ട, വേഗം തന്നെ നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ ഞാനും റെഡി. നമുക്ക് 5ാമത്തെ പ്രവർത്തനമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് ഈ ചിത്രം ഇതുപോലെ ഒന്ന് വരയ്ക്കാനാണ്. 8 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സമചതുരത്തിനകത്ത് ഒരു വൃത്തമുണ്ട്, ഒരു സമഷഡ്ഭുജമുണ്ട്. ഈ ചിത്രം ഇതുപോലെ വരയ്ക്കാനാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8 സെന്റിമീറ്റർ വലിപ്പമുള്ള സമചതുരം വരയ്ക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ കറക്റ്റ് 8 സെന്റിമീറ്റർ എടുക്കുക. ഞാനിവിടെ അളവൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾ കൃത്യ അളന്നെടുക്കുക. നിങ്ങൾ സെറ്റ് സ്ക്വയർ വെക്കുക. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ വര എന്ത് ചെയ്യുക? ഇതിങ്ങനെ കുറച്ച് നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. സെറ്റ് സ്ക്വയർ വെച്ച് നീട്ടി വരയ്ക്കുക. അതേപോലെ തന്നെ സെറ്റ് സ്ക്വയർ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇവിടെയും ഈ വര അങ്ങോട്ട് നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചിട്ട് ഈ 8 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇവിടെയും നിങ്ങൾ 8 സെന്റിമീറ്റർ അളന്നെടുക്കുക, ഇതിലും 8 സെന്റിമീറ്റർ അളന്നെടുക്കുക. എന്നിട്ട് ഈ വര യോജിപ്പിക്കുക. നമുക്ക് സമചതുരം കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു വൃത്തം കിട്ടണം. ആ വൃത്തം കിട്ടണമെങ്കിൽ നമുക്ക് ഈ സമചതുരത്തിന്റെ സെന്റർ കിട്ടണം. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്ററും, ഇവിടെ 4, ഇവിടെ 4 വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ക്രോസ് വരയ്ക്കുമ്പോൾ സെന്റർ കിട്ടും. അതല്ലെങ്കിൽ ഈ മൂലയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെയും ഇവിടുന്ന് ഇങ്ങനെയും വരയ്ക്കുക. അപ്പൊ നമുക്ക് സെന്റർ കിട്ടി. അപ്പൊ എന്നിട്ട് ഈ വരകൾ എന്ത് ചെയ്യാം? ഇത് അങ്ങോട്ട് മായ്ച്ചു കളയാം. നമുക്ക് സെന്റർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, നമുക്കത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നിങ്ങൾ ഈ അളവ് അളന്നെടുക്കുക. അതായത് എത്രയാണ് വരുന്നത്? 4 സെന്റിമീറ്റർ ആണ് വരിക. അപ്പൊ ഈ 4 സെന്റിമീറ്ററിൽ കോമ്പസ് കുത്തിയിട്ട് ഇതേപോലെ നിങ്ങൾ വൃത്തം അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് വൃത്തം കിട്ടി. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു സമഷഡ്ഭുജം കിട്ടണം. സമഷഡ്ഭുജം കിട്ടുന്നതിന് 2 രീതിയിൽ വരയ്ക്കാം. ഏറ്റവും എളുപ്പം ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 4 സെന്റിമീറ്റർ വരച്ചിട്ടല്ലേ ഇത് അളന്നെടുത്തത്? അതേ 4 സെന്റിമീറ്റർ കൊണ്ട് വൃത്തത്തെ ഇവിടെ നമ്മളൊന്ന് ഭാഗിച്ചു. ഇവിടുന്ന് 4 സെന്റിമീറ്റർ ആണല്ലോ. പിന്നെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഈ വൃത്തം വരച്ച അതേ അളവ് കൊണ്ട് ഈ വൃത്തത്തെ വീണ്ടും ഭാഗിക്കാം. ഇവിടെ ഒന്ന് ഭാഗിച്ചു, ഇവിടെ ഭാഗിച്ചു, 1, 2, 3 ആയി. പിന്നെ ഇവിടെ 5, ഇവിടെ 6. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് യോജിപ്പിക്കുക. 1, 2, 3, 4, 5, 6 കറക്റ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ വരച്ചത്, നമ്മളെ സമഷഡ്ഭുജം വരയ്ക്കാൻ മറ്റൊരു മെത്തേഡ് സ്വീകരിച്ചിരുന്നു. അതായത് 8 സെന്റിമീറ്റർ വലിപ്പമുള്ള സമചതുരം വരച്ചു. ഇതിന്റെ ഉള്ളിൽ നമ്മൾ വൃത്തമൊക്കെ വരച്ചു. അപ്പൊ വൃത്തമൊക്കെ വരച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊന്ന് വരയ്ക്കാം. വരച്ചിട്ട് ഇവിടെ കൂട്ടിമുട്ടുമല്ലോ, ഇവിടെ കേന്ദ്രമാക്കിയിട്ട് ഇത് കേന്ദ്രമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ഇവിടെ കേന്ദ്രമാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നോക്കാം, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6 സ്ഥലത്ത് കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്നത് തമ്മിൽ യോജിപ്പിക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. 6 ഭാഗിക്കാൻ നമ്മൾ വൃത്തം വരച്ച അതേ ആരം കൊണ്ട് തന്നെ ഭാഗിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇതിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ. അടുത്തത് ബി ആണ്. സമചതുരത്തിനകത്തെ വൃത്തത്തിന്റെ ആരത്തെ കുറിച്ച് ശരിയായത് ഏത്? സമചതുരത്തിന്റെ വശത്തിന്റെ ഇരട്ടിയാണ്. വശം 8 ആണ്, അപ്പൊ ആരം 8ന്റെ ഇരട്ടിയാണ് 16 ആണോ? അല്ല, തെറ്റ്. സമചതുരത്തിന്റെ വശത്തിന് തുല്യമാണ് ആരം ആണോ? അതും അല്ല. സമചതുരത്തിന്റെ വശത്തിന്റെ പകുതിയാണ്. ശരിയാണ്, 4 സെന്റിമീറ്റർ ആണ്, 8 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ വശം. അതിന്റെ പകുതിയാണ് വരിക. എത്രയാണ് വരിക? 4 സെന്റിമീറ്റർ. അപ്പൊ ഓപ്ഷൻ ഏതാണ് ശരി? സി ആണ് ശരി വരുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കത് കഴിഞ്ഞു. ഇനി 6ല് 2 ചോദ്യമുണ്ട്. 6ല് എയും ഉണ്ട്, ബിയും ഉണ്ട്. എ നമുക്കൊന്ന് നോക്കാം. 1164 പേന 12 വീതമുള്ള പാക്കറ്റുകളാക്കിയാൽ എത്ര പാക്കറ്റ് പേന ഉണ്ടാകും? നോക്കുക, 1164 പേനകളുണ്ട്. അപ്പൊ ഇതിനെ 12 വീതമുള്ള പാക്കറ്റ് ആക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് പെന്നുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. ഹരിക്കാനുള്ള എളുപ്പ വഴി 1164നെ 12 കൊണ്ട്
അപ്പൊ 12 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം 12 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട്. 12 നമ്മൾ 10 പ്രാവശ്യമായിട്ട് ഗുണിച്ചാൽ 120 വരിക. 100 പ്രാവശ്യം ആക്കുമ്പോൾ 1200 വരും. അപ്പൊ ഇവിടെ 1200 ഇല്ല. അതിന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ എടുത്തു 90 എടുക്കുക. 12 × 90. 12 എന്ന് പറയുന്നത് 108 ആണ്. 90 ആയതുകൊണ്ട് ഒരു 0 കൂടെ വരും. അതായത് 12നെ 90 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1080 കിട്ടുന്നു. ഇനി അടുത്ത നോക്കാം. ബാക്കിയുള്ളത് 4, 8 8 16, ബാക്കി ശിഷ്ടം 1, 84 വരുന്നത്. അപ്പൊ ഇതിനെ ഞാൻ എളുപ്പം എനിക്ക് പെട്ടെന്ന് അറിയാം. 12 5 60 അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ 5 എടുത്തു. 12 5, ഇവിടെ ഞാൻ 60 എടുത്തു. അപ്പൊ ബാക്കിയുള്ളത് 4 6 2 8. അപ്പൊ ഇവിടെ 12 ഗുണിക്കണം 5 ആണ് 60. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 24 അല്ലേ? നമുക്കറിയാം 12ന്റെ ഇരട്ടിയാണ് 24. അപ്പൊ 12 2 24 അല്ലേ? 12 ഗുണിക്കണം 2 24. നമ്മുടെ ഇതിവിടെ തീർന്നു. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടിയത്? 90 5 95 2 97. അപ്പൊ എത്ര പാക്കറ്റ് ആക്കാം? 97 പാക്കറ്റുകളിലാക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് 91 ഹരിക്കണം 7 എത്രയെന്ന് ചുവടെയുള്ള കളങ്ങളിൽ വിട്ടുപോയവ പൂരിപ്പിച്ച് കണ്ടെത്തുക. നമുക്കൊന്ന് നോക്കാം. ഇവിടെ 7 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പൊ നമുക്കറിയാം 7നെ 10 കൊണ്ട് ഗുണിക്കണം. 7 10 എത്രയാണ്? 70 വരിക. ബാക്കി ഇതിൽ നിന്ന് 0 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 1. 7നോട് എത്ര കൂട്ടിയാൽ 9 കിട്ടും? 2. അപ്പൊ 21 കിട്ടി. അപ്പൊ ഇവിടെ 21 തന്നെ കിട്ടണമെങ്കിൽ 7നെ ഏതുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ, നല്ല എളുപ്പം. അപ്പൊ 91 ഹരിക്കണം 7 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ വരിക? 10 കൂട്ടണം 3 സമയം എത്രയാണ് വരുന്നത്? 13 വരുന്നത്. ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് 11 കൊണ്ടുള്ള ഹരണവുമായി ബന്ധപ്പെട്ട ഒരു ക്രമം തന്നിരിക്കുന്നു. ഇവിടെ തന്നിട്ടുണ്ട്, ക്രമം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് 10 × 22 ഹരിക്കണം 11 തുല്യമായത് താഴെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഈ ക്രമം തന്നിട്ടുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് പരിശോധിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ ഇതിനെ ഹരിച്ചപ്പോൾ 2 എന്ന് കിട്ടി. ഇവിടെ ഇതിനെ ഹരിച്ചപ്പോൾ 4. ഇതിലേക്ക് നമ്മൾ സൂക്ഷ്മമായി ഒന്ന് ഇറങ്ങി നോക്കുക. നോക്കൂ, ഇവിടെ 1 × 2 അല്ലേ 2, 1 × 2 അല്ലേ 2. ഇവിടെ ആണെങ്കിലോ 2 × 2 ആണ് 4 അല്ലേ? അപ്പൊ ഇവിടെ 3 × 2 ആണ് എന്ത് വരുന്നത്? 6 വരുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് 4 × 2 ആണ് 8 വരുന്നത്. ആ ക്രമം നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 10 × 22 ഹരിക്കണം 11 എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? 10 × 2നോട് തുല്യമായിരിക്കും. അപ്പൊ ഇതിൽ ഏതാ നോക്കുക. ഇത് 10 × 2 ഇല്ല. ഇവിടെ 2 × 10. 10 × 2 2 × 10 തുല്യല്ലേ? അപ്പൊ നമുക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇത് തെറ്റ്, ഇതും തെറ്റ്. ഓക്കെ ആയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ഒക്കെ തരുമ്പോൾ ആ പാറ്റേണിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ഉള്ളിലുള്ള സത്ത നമ്മൾ വലിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ, നല്ല എളുപ്പം. 6 ബി ആണ്. 1425നെ 12ന്റെ മടങ്ങും മിച്ചവുമായത്. 1425 ആണ്. ഇത് ഏതിന്റെ മടങ്ങും മിച്ചമാക്കി എഴുതണം? 12ന്റെ. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 1425നെ 12 കൊണ്ട് ഹരിക്കണം. നമുക്കൊന്ന് നോക്കാം. 1425 നമുക്ക് ഈ രീതിയിൽ ഒന്ന് വരച്ചിടാം. ആദ്യം ഇവിടെ 12 കൊണ്ട് നമുക്കറിയാം. ഇതിനെ 12നെ 100 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പൊ നമുക്ക് കുറെ കുറഞ്ഞു കിട്ടും. 12 × 100 അപ്പൊ നമുക്കറിയാം 1200 വരുന്നത് അല്ലേ? ഇനി ഇതിൽ നിന്ന് നമ്മൾ 1425 നിന്ന് 1200 പോയാൽ ബാക്കി എത്രയാണ് വരിക? 225 വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 12നെ ഏത് കൊണ്ട് ഗുണിക്കാം? നിങ്ങൾ നോക്കിയോളൂ. 12നെ 10 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചോളൂ. 12 × 10 120 അപ്പൊ ബാക്കി എത്ര വരിക? 5. ഇവിടെ 0 1 1 2 105. ഇനി നമുക്ക് 12നെ എന്ത് ചെയ്യാം? 10 കൊണ്ട് ഗുണിക്കാൻ പറ്റൂല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 12നെ 8 കൊണ്ട് ഗുണിച്ചു നോക്കാം. 12 × 8 എത്രയാണ് വരിക? 96.
ഇവിടെ 6ഉം 9ഉമാണ് 15, ഇഷ്ടം 1 9 10. ബാക്കി ഇത് റിമൈൻഡർ വന്നു. അപ്പൊ ഇവിടെ നോക്കുക, 12നെ എത്ര മടങ്ങായി എഴുതാം? 100ഉം 10ഉം 8ഉം 118. 12ന്റെ 118 മടങ്ങും എത്രയാണ് മിച്ചം വരുന്നത്? 9 മിച്ചവുമായിട്ടാണ് വരുന്നത്. അതായത് 118 ഇൻറ്റു 12, ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ ബാക്കി വരുന്നത് 9 മിച്ചമായിട്ട് വരും. ഇതാണ് നമുക്ക് 1425. ഓക്കെ ആണല്ലോ. അടുത്തത് ഇതില് ബി ആണ് ചോദ്യം. 128നെ 6ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതണം. അപ്പൊ നോക്കാം, 128 ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൽ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുകയും ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉറപ്പായി. അപ്പൊ ഇവിടെ 6നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, 20 കൊണ്ട് ഗുണിക്കുകയാണ്. 6 2 12 120. ബാക്കി എത്രയാണ് വരിക? 8 വരുന്നത്. പിന്നെ 1 1 6 6, ബാക്കി 2. അപ്പോ എത്ര മടങ്ങുണ്ട്? 20 കൂട്ടണം 1 21 മടങ്ങും എത്ര മിച്ചുണ്ട്? 2 മിച്ചവും. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് വരിക. 21 വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. 21 മടങ്ങ്. അപ്പൊ ഏതാണ് വരിക? ഇതാണ്. 21 മടങ്ങും എത്രയാണ് മിച്ചം? 2 മിച്ചവും. ഓപ്ഷൻ ഏതാണ് ശരി? ബി ആണ് ശരി. ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പമാണ്. ഓക്കെ അല്ലേ? മനക്കണക്കായിട്ട് ചെയ്യാട്ടോ. നമുക്ക് ഇത് അറിയുന്ന ഒരു കുട്ടിക്ക് മനക്കണക്കായിട്ട് ഇവിടെ നോക്കിയും ചെയ്യാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് 5 14 23 32. ഇത് 9 കൊണ്ട് ഹരിച്ചാൽ 5 മിച്ചമായി വരുന്ന സംഖ്യകളുടെ പാറ്റേൺ ആണ്. നോക്കാം ഏതൊക്കെയാണ്. 5 14 23 23 32. ഇതൊക്കെ 9 കൊണ്ട് ഹരിച്ചാൽ 5 മിച്ചമായി വരും. എന്നാൽ ഈ പാറ്റേണിൽ 103 ഉണ്ടാകുമോ? എന്തുകൊണ്ട്? അപ്പൊ 103 അതിൽ ഉണ്ടാകുമോ എന്നറിയണം. 103 ഉണ്ടാകുമോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 103നെ 9 കൊണ്ട് ഹരിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ. 103നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കാം. 9 ഞാൻ 10 എടുത്തു. അപ്പൊ 9 × 10 90 ബാക്കി വരുന്ന എത്രയാണ്? ഇവിടെ 3 വരും. 9 1 10. ഇനി ഇതിനകത്ത് വീണ്ടും 1 എടുത്തു. 1 9 9. ബാക്കി എത്രയാണ് വരിക? 4 മിച്ചം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാറ്റേണിൽ എന്തുണ്ടാവില്ല? 103 ഉണ്ടാവില്ല. കാരണം മിച്ചം വരുന്നത് 5 അല്ല. മിച്ചം വരുന്നത് എത്രയാണ്? 4. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതോടുകൂടെ 5ാം ക്ലാസ്സിലെ ഈ പ്രാവശ്യത്തെ ഓണം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് വിശദീകരിച്ചു. പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവിഷൻ നടത്താനും അടുത്ത പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് നടത്താനും ഒക്കെയാണ് ഈ രീതിയിൽ ഞാൻ ചെയ്തിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.